ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു നിഹാ പ്രോക്ക് ഡിസൈൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് മെറ്റീരിയൽസൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വീഡിയോസും കൂടി നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കസ്റ്റമേഴ്സിനെ കുറിച്ച്, അതായത് മെറ്റീരിയലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് കേട്ടോ. പിന്നെ ഇതിൽ കാണുന്ന ഏതെങ്കിലും മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുക. പിന്നെ നിങ്ങളുടെ മോഡലും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പല വിധത്തിലുള്ള കസ്റ്റമേഴ്സാണ് നമ്മളടുത്തേക്ക് വരിക കേട്ടോ. അതായത് ഒരു വിധത്തിലുള്ള കസ്റ്റമേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സെൻഡ് ചെയ്ത് തരും, അല്ലെങ്കിൽ നമ്മളടുത്തിട്ട് കൊണ്ടുവന്നിട്ട് സ്റ്റിച്ചാക്കാൻ വേണ്ടിയിട്ട് പറയും കേട്ടോ. പിന്നെ അടുത്തത് വന്നിട്ട് മെയിൻ ഫാബ്രിക് മാത്രം നമ്മളടുത്തേക്ക് സെൻഡ് ചെയ്ത് തരും. പിന്നെ ലൈനിങ് കാര്യങ്ങളൊക്കെ നമ്മളോട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കസ്റ്റമേഴ്സ് പറയുക കേട്ടോ. പിന്നെ എന്ന് പറയുന്നത് കംപ്ലീറ്റ് മെറ്റീരിയലും നമ്മളടുത്തുനിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് കസ്റ്റമേഴ്സ് പറയുക. അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞിട്ടുള്ള ആ ഒരു കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഒരു സ്റ്റിച്ച് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു കസ്റ്റമേഴ്സ് എന്നല്ല, സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിലുള്ള നല്ലൊരു കസ്റ്റമേഴ്സ് ആയിരിക്കും. കാരണം നമ്മൾ മെറ്റീരിയൽ എടുക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ എടുക്കാൻ പോയിട്ട് വേണം നമുക്ക് അവിടെ കണ്ടിട്ടുള്ള മെറ്റീരിയൽസൊക്കെ ആ കസ്റ്റമേഴ്സിന് പിക്കും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ട് വേണം ഒരു ഓർഡർ നമുക്ക് ഫിക്സ് ആക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഫിക്സായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം നമ്മൾ അവിടെ വേസ്റ്റ് ആക്കേണ്ടി വരും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഓരോ ഫോട്ടോസും അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് കളർ നമുക്ക് ആ ഒരു പിക്കിൽ കിട്ടാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ശരിക്കും കാണുന്ന ആ ഒരു കളറ് ചിലപ്പോൾ ലൈറ്റ് കളറാവും, പക്ഷേ ഫോട്ടോയിൽ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഡാർക്കായിരിക്കും, ഇല്ലെങ്കിൽ ലൈറ്റ് ആയിരിക്കും. ഏതായാലും കറക്റ്റ് ആ ഒരു കളർ നമുക്ക് ഫോട്ടോയിൽ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഓർഡർ ഫിക്സ് ആക്കാനായിട്ടും കുറച്ച് പാടാണ്. ഫിക്സ് ആക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ചില കസ്റ്റമേഴ്സ് നമുക്ക് ലൈനിങ് മാത്രമാണ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തരിക. അങ്ങനെ ആവുന്ന സമയത്ത് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, കറക്റ്റായിട്ടുള്ള ലൈനിങ് നമുക്ക് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ മെറ്റീരിയൽ കസ്റ്റമേഴ്സിന് ചൂസ് ചെയ്ത് തരാമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സ്റ്റിച്ചിങ് മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ അത് മാത്രമല്ല, നമുക്ക് പിക്ക് സെൻഡ് ചെയ്തെന്ന ആ ഒരു മെറ്റീരിയൽ ഇല്ലയെന്നുണ്ടെങ്കിൽ വേറെ ഇഷ്ടപ്പെട്ട മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സിന് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മളാവുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, പിക്കും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഇത്തിരി പാടാണ്. കാരണം കറക്റ്റ് കളറും കാര്യങ്ങളും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ സൈഡിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലൊക്കെ നമ്മളവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ബ്രൊക്കേഡ് ക്ലോത്തിലൊക്കെ അടിപൊളി പിന്നെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയുണ്ട് ബ്രൊക്കേഡിൻ്റെ ക്ലോത്തും പിന്നെ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ മെറ്റീരിയലൊക്കെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം വീട്ടിലോട്ട് മടങ്ങുകയാണ്. അപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത് കേട്ടോ. ഒരാഴ്ച ഞാൻ എൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിച്ചിങ്ങൊക്കെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തുടങ്ങുന്നതുകൊണ്ട് തന്നെ നമ്മളെ മെഷീന് പിന്നെ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അഴുക്ക് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ മെഷീൻ്റെ കംപ്ലീറ്റ് പണി ഞാൻ തീർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തീർത്തിട്ടുണ്ട്. പിന്നെ ഇനിതാ നൂലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ ഒരു ബോക്സിലാക്കിയിട്ടാണ് പിന്നെ വിൻഡോൻ്റെ ഒരു സൈഡിലായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ പിന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ട്രൈയിലേക്ക് മാറ്റുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എല്ലാം കൂടി ഒരൊറ്റ ട്രൈയിൽ നമ്മൾ സെറ്റാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നൂലിതാ കണ്ടോ, ഈ ഒരു രീതിക്ക് പിന്നെ ചിലതൊക്കെ വിട്ടു പോന്നിട്ടുണ്ട്, പിന്നെ ചിലതൊക്കെ തീരാറായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നും കൂടി പിന്നെ ഫിനിഷ് ആക്കിയിട്ട് നമ്മൾ ആ ഒരു ട്രൈയിലേക്ക് പിന്നെ നല്ല നീറ്റാക്കിയിട്ട് തന്നെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിൽ ബോക്സ് വെച്ചിരിക്കുന്നത് നൂല് ഈ ഒരു ഭാഗത്തേക്ക് മറിയാതെ സേഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെറിയൊരു ഇടവേള എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. എന്തെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റങ്ങളൊക്കെ വരുത്തും. ഇനിയിപ്പോൾ പിന്നെ അടുത്ത എന്തെങ്കിലുമൊക്കെ ഒരു ഇടവേള വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു നൂലുകളൊക്കെ വേറൊരു ബോക്സിലേക്കാക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഞാൻ ഈ ഒരു മെഷീൻ്റെ ഏരിയയിലായിട്ട് വരുത്തട്ടോ. അപ്പോൾ അതൊക്കെ എനിക്കൊരു പോസിറ്റീവ് മൈൻഡാണ് ഈ ഒരു സ്റ്റിച്ചിങ്ങിനോട്. പിന്നെ ഒക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കുക. പിന്നെ അതേ രീതിയിൽ തന്നെ എപ്പോഴും ഞാൻ ഈ ഒരു പിന്നെ ബോർഡ്, അതായത് ആ ഒരു ടേബിൾ, ഇതാ മെഷീൻ്റെ ടേബിൾ, അത് ക്ലീൻ ചെയ്യാറില്ല. സ്റ്റിച്ചിങ് ഒരുപാട് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പിന്നെ ക്ലീൻ ചെയ്യാതെ ഇടും. പിന്നെ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചെറിയൊരു പിന്നെ സ്പേസ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ സ്റ്റാർട്ട് ആക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ ബോക്സിൽ നിന്ന് ഫുള്ളായിട്ട് നമ്മൾ വലിയൊരു ട്രൈയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എക്സ്ട്രാ തൂങ്ങി കിടക്കുന്ന നൂലും കാര്യങ്ങളൊക്കെ ഫിനിഷ് ആക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു ട്രൈയിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്.
പിന്നെ നമ്മൾ ബീഡ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ബോക്സിലാണ് സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ക്ലിപ്പ്, ബീഡ്സ്, പിന്നെ ഹുക്ക്, പേള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിതിലാണ് സേവ് ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കുക. പിന്നെ നമ്മൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ആക്കുന്നതാണ്. അപ്പോൾ പിന്നെ സ്റ്റിച്ചിങ് ആയിട്ട് താല്പര്യമുള്ളവർ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.